ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡികോം MLT അക്കാദമി. കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വൈറോളജിയാണ്. വൈറോളജിയിൽ PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് വൈറസസ് ആർ ഓപ്ഷൻ എ ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്, ഓപ്ഷൻ ബി possess only RNA or DNA, option C unable to reproduce, option D all of this. ക്വസ്റ്റ്യൻ എന്താണ്? വൈറസസിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓൾ ഓഫ് ദീസ് എന്നുള്ളത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ പോയിൻറ്റ്സുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റും വൈറസസ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് ആണോ, അതുപോലെ വൈറസസിൽ RNA അല്ലെങ്കിൽ DNA മാത്രമാണ് ഉണ്ടാവുന്നത്, അത് സെൽഫായിട്ട് റിപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല, ഈ എല്ലാ പോയിൻറ്റിനും വൈറസസിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമുക്ക് നോക്കാം വൈറസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറസസിൻ്റെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വൈറസസിന് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യെസ്, ഫസ്റ്റ് വൺ വൈറസസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ. ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ അത് സെൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സെൽഫായിട്ട് റിപ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഇല്ല. അതിന് ഒരു ഹോസ്റ്റ് സെൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത്. കാരണം നമുക്ക് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് DNA അല്ലെങ്കിൽ RNA ആണ്. സോ DNA ഓർ RNA ആയിരിക്കും അതിൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരിക. പക്ഷേ രണ്ടും കൂടി കാണില്ല. ഒന്നെങ്കിൽ DNA ആയിട്ടുള്ള വൈറസസ് അല്ലെങ്കിൽ RNA വൈറസസ്, അല്ലാണ്ട് രണ്ടും കൂടി ഒരിക്കലും എന്തിൽ കാണാൻ പറ്റില്ല, ഈ വൈറസസിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാം. ദേ പോസസ് DNA ആൻഡ് RNA എന്നുള്ള രീതിയിൽ വരാം. അപ്പോൾ അത് ഒരു ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വൈറസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്മോളർ ദാൻ ബാക്ടീരിയ, ബാക്ടീരിയനേക്കാളും ചെറിയതാണ്. സോ അതുകൊണ്ട് തന്നെ അത് ബാക്ടീരിയൽ ഫിൽറ്റേഴ്സിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പോകും. നമ്മൾ ബാക്ടീരിയനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ബാക്ടീരിയൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്താലും വൈറസസ് ആ ഫിൽറ്റർ കടന്ന് താഴത്തേക്ക് എത്തും, ഫിൽട്ടറബിൾ ആണ്. ഓക്കെ, സോ ഇനി അതേപോലെ തന്നെ അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളെങ്ങനെ നമുക്കതിനെ ഗ്രോത്ത് അല്ലെങ്കിൽ കൾച്ചർ ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ മീഡിയയിൽ അത് ഗ്രോ ചെയ്യില്ല. നമ്മൾ സാധാരണ ബാക്ടീരിയക്ക് ഗ്രോ ചെയ്യിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ മീഡിയാസ് ഇല്ലേ, ഇപ്പോൾ മെക്കോങ്കി, അഗാറ അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ മീഡിയസിൽ ഈ വൈറസിനെ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റില്ല. കാരണം അതെന്താണ്, അതിന് ഹോസ്റ്റ് സെൽസ് വേണം റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെൽഫായിട്ട് അത് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ അതിന് ആനിമൽ ഇനോക്കുലേഷൻ ചെയ്യണം, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിന് എഗ് ഇനോക്കുലേഷൻ ചെയ്യണം. അതും അല്ലെങ്കിൽ നമ്മൾ സെൽ കൾച്ചർ ആർ ടിഷ്യൂ കൾച്ചർ ചെയ്യണം. ഇങ്ങനെയും നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൾച്ചർ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ആനിമൽ ഇനോക്കുലേഷൻ, അല്ലെങ്കിൽ എഗ് ഇനോക്കുലേഷൻ, അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ സെൽ കൾച്ചർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ റെപ്ലിക്കേഷൻ. നമ്മൾ സാധാരണ ബാക്ടീരിയാസ് ഒക്കെ ആണെങ്കിൽ അത് ബൈനറി ഫിഷൻ വഴിയാണ് എന്ത് ചെയ്യാറുള്ളത്, റെപ്ലിക്കേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ബൈനറി ഫിഷൻ വഴിയല്ല, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള റെപ്ലിക്കേഷൻ സൈക്കിളാണ് നമ്മൾ വൈറസസിൻ്റെ റെപ്ലിക്കേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ബൈനറി ഫിഷൻ അല്ല വരുന്നത്. പിന്നെ അതിൻ്റെ സെല്ലുലാർ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ബാക്ടീരിയ എടുക്കുകയാണെങ്കിൽ അതിൽ കുറേ സെൽ ഓർഗനൽസ് ഉണ്ട്, സെൽ വാളുണ്ട്, സെൽ മെംബ്രെയിൻസ് ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ട്. ഇതൊന്നും വൈറസസിനില്ല. സെൽ വാളില്ല, സെൽ മെംബ്രെയിൻ ഇല്ല, സെൽ ഓർഗനൽസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ, റൈബോസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വൈറസസിന് ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്തതാണ് എൻസൈം ഡിപ്പെൻഡൻസ്. ദി ലാക്ക് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ് സിന്തസിസ് എൻസൈംസ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിനും ന്യൂക്ലിക് ആസിഡ് സിന്തസിസിനും സിന്തസൈസ് ചെയ്യണമെങ്കിൽ എൻസൈംസ് വേണം അല്ലേ. അപ്പോൾ അവർക്ക് അതിനുള്ള എൻസൈം ഇല്ല. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് അവർ സിന്തസൈസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻഡ് ഹോസ്റ്റ് സെൽ. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് സിന്തസിസിനുള്ള എൻസൈമിനും പ്രോട്ടീൻ സിന്തസിസിനുള്ള എൻസൈമിനും വേണ്ടിയിട്ട് അവർ ഹോസ്റ്റ് സെൽ എവിടെയാണോ അവർ വളരുന്ന ആ ഹോസ്റ്റ് സെല്ലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്ത് നമുക്കതിനെ കില്ല് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ നോട്ട്.
ഇല്ല. ഇത് ആൻറ്റി ബാക്ടീരിയൽ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് വൈറസസിനെ കില്ല് ചെയ്യാൻ പറ്റില്ല. അത് വൈറസസിനെ എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ വൈറസസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പറഞ്ഞത് ദാറ്റ് ഈസ് ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഒന്നെങ്കിൽ RNA അല്ലെങ്കിൽ DNA ആണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫിൽട്ടറബിൾ ആണ്. കാരണം ബാക്ടീരിയനേക്കാളൊക്കെ വളരെ ചെറുതാണ്. സോ ബാക്ടീരിയൽ ഫിൽറ്റേഴ്സിനുള്ളിലൂടെ അത് കടന്നു പോകും. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ മീഡിയാസിൽ നമുക്ക് ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ആനിമൽ ഇനോക്കുലേഷൻ ചെയ്യണം, അല്ലെങ്കിൽ എഗ് ഇനോക്കുലേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ ഓർ സെൽ കൾച്ചർ ചെയ്യണം. റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കോംപ്ലെക്സ് റെപ്ലിക്കേഷൻ സൈക്കിളാണ് വൈറസസിന് വരുന്നത്. അതിൻ്റെ സെല്ലുലാർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിന് സെൽ വാളോ സെൽ മെംബ്രെയിനോ ഓർഗനൽസോ ഒന്നും വരുന്നില്ല. സോ ഇത് എൻസൈം എന്ന് പറയുമ്പോൾ ഈ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീൻ സിന്തസിസിനും എൻസൈം ഒന്നും സെൽഫായിട്ട് അവർക്കില്ല. സോ അത് അവർ ഹോസ്റ്റ് സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കില്ല് ചെയ്യാനും പറ്റില്ല. സോ ഇത്രയെല്ലാം നമ്മളുടെ പ്രോപ്പർട്ടീസാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ട്രൂ ഓർ ഫോൾസിലോ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വരാം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് നോട്ട് എൻ RNA വൈറസ്? ഓപ്ഷൻ എ അഡിനോ വൈറസ്, ഓപ്ഷൻ ബി റോട്ടാ വൈറസ്, ഓപ്ഷൻ സി എൻഡറോ വൈറസ്, ഓപ്ഷൻ ഡി ഹാൻഡ വൈറസ്. ഇതിൽ RNA വൈറസ് അല്ലാത്തത് ഏതാണെന്നാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അഡിനോ വൈറസ്. ഇവിടെ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് ആരൊക്കെയാണ് RNA വൈറസ്, ആരൊക്കെയാണ് DNA വൈറസസ് എന്ന് നമ്മൾ അറിയണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈറസസിന് ഒന്നെങ്കിൽ RNA അല്ലെങ്കിൽ DNA മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ, ഇപ്പോൾ DNA വൈറസസ് പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ളത് RNA വൈറസസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ RNA വൈറസ് പഠിച്ചു വെച്ചാൽ DNA ആണ്. അപ്പോൾ നമുക്ക് എളുപ്പം കുറച്ച് പഠിക്കാനുള്ളത് DNA വൈറസസ് ആണ്. അതുകൊണ്ട് DNA വൈറസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിച്ചു വെക്കാം. ഓക്കെ, DNA വൈറസസുകൾ പഠിച്ചു വെക്കുക. അപ്പോൾ ബാക്കിയുള്ളത് RNA വൈറസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഏതൊക്കെയാണ് DNA വൈറസസ്? യെസ്, ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ഓർ HSV വൈറസ്, അതുപോലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഓർ HPV വൈറസ്, Epstein Barr virus or EBV virus, varicella zoster virus or VZV virus, cytomegalovirus or CMV virus, അതുപോലെ adenovirus, hepatitis B virus, parvo B19, smallpox virus, molluscum contagiosum virus. ഇതെല്ലാം DNA വൈറസസ് ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ 10 വൈറസസ് പഠിച്ചു. സോ അതെല്ലാം പഠിച്ചു വെച്ചാൽ ബാക്കിയുള്ളത് RNA വൈറസസ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, എപ്സ്റ്റീൻ ബാർ വൈറസ്, വാരിസെല്ല സൂസ്റ്റർ വൈറസ്, സൈറ്റോമെഗാലോ വൈറസ്, അഡിനോ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് B വൈറസ്. കാരണം ഹെപ്പറ്റൈറ്റിസ് B എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം ബാക്കിയുള്ള ഹെപ്പറ്റൈറ്റിസ് വൈറസ്, ഹെപ്പറ്റൈറ്റിസ് C ഒക്കെ RNA വൈറസ് ആണ്. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് B എന്നുള്ളത് എടുത്ത് പഠിക്കുക. ബാക്കിയുള്ള ഹെപ്പറ്റൈറ്റിസ് വൈറസ് RNA വൈറസ് ആണ്. അതുപോലെ പാർവോ B19, സ്മോൾ പോക്സ് വൈറസ്, മൊളിസ്കം കണ്ടാജിയോസം വൈറസ്, ഇതെല്ലാം DNA വൈറസസ് ആണ്. സോ അത് കോസ് ചെയ്യുന്ന ഡിസീസസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അതും കൂടി നോക്കാം. ഇപ്പോൾ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസസ് എന്ന് പറയുമ്പം HSV വൈറസ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമുക്ക് ജെനൈറ്റൽ ഹെർപ്പസും ഓറൽ ഹെർപ്പസും, നമ്മുടെ ഓറൽ ഏരിയയിലും ജെനൈറ്റൽ ഏരിയയിലുമാണ് ഇവർ ഡിസീസ് കോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുമ്പോൾ അവർ കോസ് ചെയ്യുന്നത് വാർഡ്സും സെർവൈക്കൽ ക്യാൻസറുമാണ്. ഇപ്പോൾ സെർവൈക്കൽ ഏരിയയിലെ ക്യാൻസറും വാർഡ്സൊക്കെയാണ് ഈ HPV വൈറസ് കോസ് ചെയ്യുന്നത്. ഇപ്പോൾ EBV വൈറസ് ആണെങ്കിൽ, എപ്സ്റ്റീൻ ബാർ വൈറസസ് ആണെങ്കിൽ അത് കോസ് ചെയ്യുന്നത് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് ആണ്. ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് ആണ് EBV വൈറസ് കോസ് ചെയ്യുന്നത്. വാരിസെല്ല സൂസ്റ്റർ വൈറസ് ആണെങ്കിൽ ദാറ്റ് ഇസ് കോസസ് ചിക്കൻ പോക്സും അതുപോലെ ഷിംഗിൾസും ചിക്കൻ പോക്സുമാണ് എന്ത് ചെയ്യുന്നത്, ഈ വാരിസെല്ല സൂസ്റ്റർ വൈറസ് കോസ് ചെയ്യുന്നത്. ഇപ്പോൾ സൈറ്റോമെഗാലോ വൈറസ് ഓർ CMV വൈറസ് കോസ് ചെയ്യുന്നത് ഈ മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിൻഡ്രം ആണ്. അപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കാം ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് കോസ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് EBV ആണ്. എന്നാൽ മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിംറ്റംസ് കോസ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് CMV, സൈറ്റോമെഗാലോ വൈറസസ് ആണ്. പിന്നെ അഡിനോ വൈറസസ് ആണെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് അഡിനോ വൈറസസ് കോസ് ചെയ്യുന്നത്. ഹെപ്പറ്റൈറ്റിസ് B വൈറസസ് ആണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B ഇൻഫെക്ഷൻസ് ആണ് കോസ് ചെയ്യുന്നത്. പാർവോ B19 കോസ് ചെയ്യുന്നത് 5th ഡിസീസാണ്. പാർവോ B19 ഡിസീസിനെ നമ്മൾ 5th ഡിസീസ് എന്നാണ് പറയുന്നത്. സ്മോൾ പോക്സ് വൈറസ് കോസ് ചെയ്യുന്നത് സ്മോൾ പോക്സ് ആണ്. മൊളിസ്കം കണ്ടാജിയോസം വൈറസ് കോസ് ചെയ്യുന്നത് മൊളിസ്കം കണ്ടാജിയോസം എന്ന് പറയുന്ന ഡിസീസസ് ആണ്. സോ അത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. DNA വൈറസസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ബാക്കിയുള്ളത് എന്തായിരിക്കും? RNA വൈറസ് ആയിരിക്കും. അപ്പോൾ കുറച്ച് RNA വൈറസ് ഞാനിവിടെ പറയാം. ബാക്കിയുള്ളത് RNA വൈറസ് എന്ന് പഠിച്ചു വെച്ചാൽ മതി.
ഇപ്പം ഈ ഇൻഫ്ലുവൻസ വൈറസ്, HIV, ഹെപ്പറ്റൈറ്റിസ് സി, എബോള, സിക്ക, ഡെങ്കു, മീസൽസ്, റാബിസ്, പിന്നെ നമ്മൾ COVID-19 ആയിട്ടുള്ള SARS-CoV-2, അതുപോലെ വെസ്റ്റ് നൈൽ വൈറസ്, ഇതെല്ലാം എന്താണ്? RNA വൈറസസ് ആണ്. ഇൻഫ്ലുവൻസ, HIV, ഹെപ്പറ്റൈറ്റിസ് സി, എബോള, സിക്ക, ഡെങ്കു, മീസൽസ്, വെസ്റ്റ് നൈൽ വൈറസ്, റാബിസ്, COVID-19 ഇതെല്ലാം RNA വൈറസാണ്. DNA വൈറസ് പഠിച്ചു വെക്കുക, ബാക്കിയുള്ളത് RNA ആണ്. സോ അതുകൊണ്ട് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇൻക്ലൂഷൻ ബോഡീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റാബിസ് വൈറസ് ആണ്. ഓപ്ഷൻ എ ബൊളിംഗർ ബോഡി, ഓപ്ഷൻ ബി ഗോണറി ബോഡി, ഓപ്ഷൻ സി മൊളിസ്കം ബോഡി, ഓപ്ഷൻ ഡി നെഗ്രി ബോഡി. അതായത് റേബീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻക്ലൂഷൻ ബോഡീസ്. റാബീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻക്ലൂഷൻ ബോഡി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നെഗ്രി ബോഡിയാണ് കേട്ടോ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നെഗ്രി ബോഡിയാണ്. നെഗ്രി ബോഡിയാണ് റാബീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ നോക്കാം ഏതൊക്കെയാണ് ഇൻക്ലൂഷൻ ബോഡീസ് എന്നുള്ളത്. കാരണം ഓരോ വൈറസും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻക്ലൂഷൻ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇൻക്ലൂഷൻ ബോഡീസിനെ മെയിൻലി നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഇൻട്രാസൈറ്റോപ്ലാസ്മിക്കും ഇൻട്രാന്യൂക്ലിയർ. അത് ഒന്നുമില്ല, സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഇൻക്ലൂഷൻ ബോഡീസിനെ ഇൻട്രോസൈറ്റോപ്ലാസ്മിക് എന്ന് പറയാം. ന്യൂക്ലിയസിനുള്ളിലുള്ള ഇൻക്ലൂഷൻ ബോഡീസിനെ ഇൻട്രാന്യൂക്ലിയർ എന്ന് പറയാം. പിന്നെ രണ്ട് രീതിയിൽ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ആയിട്ടും ന്യൂക്ലിയർ ആയിട്ടും കാണുന്ന ഇൻക്ലൂഷൻ ബോഡി വേറെയുമുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഏത് നോക്കാം? സൈറ്റോപ്ലാസ്മിക് ആയിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡി. സോ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ആയിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡിയാണ് നെഗ്രി ബോഡി, പാഷൻ ബോഡി, ഗോണറി ബോഡി, ബൊളിംഗർ ബോഡി, മൊളിസ്കം ബോഡി, പെരിന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് ബോഡി. അപ്പോൾ ഇനി ഓരോന്നും ഏതിലാണ്? ഇപ്പോൾ ചിലപ്പോൾ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. താഴെയുള്ളതിൽ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഏതാന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഓരോന്നും ഏത് വൈറസസിലാണ് കാണുന്നതെന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് പഠിക്കുക? ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. അത് ഓരോന്നും ഏതിലാണ് കാണുന്നത്. സോ ഫസ്റ്റ് വൺ നെഗ്രി ബോഡി. നെഗ്രി ബോഡി കാണുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ അതായിരുന്നു, യെസ്, റാബീസ് വൈറസസിൻ്റെ കേസിലാണ്. രണ്ടാമത്തത് പാഷൻ ബോഡി. പാഷൻ ബോഡി കാണുന്നത് വേരിയോളൻ്റെ കേസിലാണ്. ഗോണറി ബോഡി കാണുന്നത് വാക്സീനിയ വൈറസസിൻ്റെ കേസിലാണ്. ബൊളിംഗർ ബോഡി കാണുന്നത് ഫോൾ പോക്സിൻ്റെ കേസിലാണ്. ഇതൊക്കെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇപ്പോൾ ഗോണറി ബോഡി ആയിക്കോട്ടെ, ബൊളിംഗർ ബോഡി ആയിക്കോട്ടെ, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് മൊളിസ്കം ബോഡി. കാരണം ഞാൻ ഇവിടെ ഒരൊറ്റ ക്വസ്റ്റ്യനെ ആഡ് ചെയ്യുന്നുള്ളൂ, അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്, വന്ന ക്വസ്റ്റ്യനുമാണ്. മൊളിസ്കം ബോഡി കാണുന്നത് മൊളിസ്കം കണ്ടാജിയോസും വൈറസിൻ്റെ കേസിലാണ്. പെരി ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് ബോഡി കാണുന്നത് റിയോ വൈറസസിൻ്റെ കേസിലാണ്. ഓക്കെ, നെഗ്രി ബോഡി റാബിസ്, പാഷൻ ബോഡി വാരിയോള, ഗോണറി ബോഡി വാക്സീനിയ, ബൊളിംഗർ ബോഡി ഫോൾ പോക്സ്, മൊളിസ്കം ബോഡി മൊളിസ്കം കണ്ടാജിയോസും, പെരി ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് ബോഡി ദാറ്റ് ഈസ് റിയോ വൈറസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ന്യൂക്ലിയർ ആണ്, ഇൻട്രാ ന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡിയാണ്. ഇൻട്രാ ന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡീസിനെ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് പറയാം. കൗഡ്രി ടൈപ്പ് എ ഇൻക്ലൂഷനും കൗഡ്രൈ ടൈപ്പ് ബി ഇൻക്ലൂഷനും. ഈ കൗഡ്രി ടൈപ്പ് എയിലാണ് ഈ ടോറീസ് ബോഡീസും അതുപോലെ ലിപ്ഷൺസ് ബോഡീസും വരുന്നത്. കൗഡ്രി ടൈപ്പ് എയിലാണ് ടോറീസ് ബോഡീസും അതുപോലെ തന്നെ ലിപ്ഷൻ ബോഡീസും വരുന്നത്. ഈ ടോറീസ് ബോഡീസ് കാണുന്നത് യെല്ലോ ഫീവറിൻ്റെ കേസിലും ലിപ്ഷൻ ബോഡീസ് കാണുന്നത് HSVൻ്റെ കേസിലും, അതായത് ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസിൻ്റെ കേസിലും. അപ്പോൾ കൗഡ്രി ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ കൗഡ്രി ടൈപ്പ് എ കാണുന്നത് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേരെടുത്തിട്ട് ഇപ്പോൾ ടോറീസ് ബോഡീസ് ലിപ്ഷൻ ബോഡീസ് ഏതിലൊക്കെയാണ് കാണുന്നത് എന്നുള്ള രീതിയിലും ചോദിക്കാം. ഓക്കെ, ഇനി കൗഡ്രി ടൈപ്പ് ബി കാണുന്നത് പോളിയോൻ്റെ കേസിലും അഡിനോ വൈറസസിൻ്റെ കേസിലും. പോളിയോ വൈറസിലും അഡിനോ വൈറസസിൻ്റെ കേസിലാണ് കൗഡ്രി ടൈപ്പ് ബി കാണുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻട്രോസൈറ്റോപ്ലാസ്മിക് ആൻഡ് ഇൻട്രാ ന്യൂക്ലിയർ, രണ്ടിലും കാണുന്നത്. സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലും കാണാം, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലും കാണുന്നതാണ് ഓൾസ് ബോഡീസ്. ഇത് നോട്ട് ചെയ്ത് വെക്കണേ, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഓൾസ് ബോഡീസ് കാണുന്നത് അല്ലെങ്കിൽ ഓൾസ് ഐ അപ്പിയറൻസ് കാണുന്നത് CMV സൈറ്റോമെഗാലോ വൈറസസിൻ്റെ കേസിലാണ്. സൈറ്റോമെഗാലോ വൈറസസിൻ്റെ കേസിലാണ് നമ്മൾ ഏത് കാണുന്നത്? CMV കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് മീസൽസ് വൈറസ്. ഓക്കെ, ഇൻട്രോസൈറ്റോപ്ലാസ്മിക് ആൻഡ് ഇൻട്രാ ന്യൂക്ലിയർ മീസൽസ് വൈറസസിൻ്റെ കേസിലും ഈ സൈറ്റോപ്ലാസ്മിക്കും ന്യൂക്ലിയർ ആയിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡീസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെക്കുക. ഇൻക്ലൂഷൻ ബോഡീൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ഒന്നെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഇനി അടുത്തതാണ്
Next question, dengue virus infection is transmitted by option A fecal-oral route, option B mosquito bite, option C blood transfusion, option D inhalation. അതായത് നമ്മൾ ഡെങ്കു വൈറസ് എങ്ങനെയാണ് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത്? യെസ്, ദാറ്റ് ഈസ് മോസ്കിറ്റോ ബൈറ്റ് വഴിയാണ് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത്. സോ ഇവിടെ പല റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻസും വരുന്നുണ്ട്, കാരണം വൈറസ് പല രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം. അതിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ ബോണായിട്ട്, വെക്റ്റർ കാരണം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസ് ഏതൊക്കെയാണ്. വെക്റ്റർ കാരണം മാത്രമല്ല, നമ്മൾ റെസ്പിറേറ്ററി ട്രൂക്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ജനൈറ്റൽ ഏരിയ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വെക്റ്റർ ബോണായിട്ട്. സോ ഓരോ വൈറസസിൻ്റെ വെക്റ്റർ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വെക്ടർ ബോൺ ആയിട്ട് വരുന്നതാണ് ഡെങ്കു വൈറസ്. നമുക്കറിയാം ഡെങ്കു വൈറസസ് എന്ന് പറയുന്നത് ഈഡീസ് മോസ്കിറ്റോ ആണ്. അപ്പോൾ ഒരുമിച്ച് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ഈഡീസ് പരത്തുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഡെങ്കു വരുന്നുണ്ട്, സിക്ക വൈറസ് വരുന്നുണ്ട്, ചിക്കൻ ഗുനിയ വരുന്നുണ്ട്, യെല്ലോ ഫീവർ വരുന്നുണ്ട്. ഇതെല്ലാം ഈഡീസ് ആണ്. ഡെങ്കു, സിക്ക, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ ഇവരെല്ലാം ആര് പരത്തുന്നതാണ്? ഈഡീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ക്യൂലെക്സ് വരുന്നതാണ് വെസ്റ്റ് നൈൽ വൈറസും ജപ്പാനീസ് എൻസെഫലൈറ്റിസ്. എന്തെങ്കിലും കോഡ്സ് വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ക്യൂലെക്സ് പരത്തുന്നത് WJ വെസ്റ്റ് നൈലും ജപ്പാനീസ് എൻസെഫലൈറ്റിസും. പിന്നെ നമുക്ക് ടിക്സ് പരത്തുന്ന 2 വൈറൽ ഇൻഫെക്ഷൻസ് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ക്രിമിയൻ കോങ്കോ ഹെമറേജിക് ഫീവർ വൈറസും അതുപോലെ നമ്മളെ കാസനു ഫോറസ്റ്റ് ഡിസീസ് വൈറസസ് ഇല്ലേ, ഇവ രണ്ടും ടിക്സ് പരത്തുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പഠിച്ചു ഡെങ്കു വൈറസ് ഈഡീസ് മോസ്കിറ്റോ പരത്തുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡെങ്കു, സിക്ക വൈറസ്, ചിക്കൻ ഗുനിയ വൈറസ്, യെല്ലോ ഫീവർ വൈറസും. ക്യൂലിസ് പരത്തുന്നത് വെസ്റ്റ് നൈൽ വൈറസും അതുപോലെ തന്നെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. പിന്നെ ടിക്സ് വഴി വരുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ക്രിമിയൻ കോങ്കോ ഹെമറേജിക് ഫീവർ വൈറസും ഈ കാസനു ഫോറസ്റ്റ് ഡിസീസ് വൈറസും. സോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു വെക്ടർ ബോൺ ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വൈറസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യെസ്, സൈറ്റോപത്തിക് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ മീസൽ വൈറസ് ഇൻഫെക്ഷൻ. ഓപ്ഷൻ എ സിൻസീഷ്യം ഫോർമേഷൻ, ഓപ്ഷൻ ബി സൈറ്റോപ്ലാസ്മിക് വാക്യുലേഷൻ, ഓപ്ഷൻ സി ഡിസ്ക്രീസ് ഫോക്കൽ ഡീജനറേഷൻ, ഓപ്ഷൻ ഡി ക്രിനേഷൻ ആൻഡ് ഡീജനറേഷൻ ഓഫ് സെൽസ്. അതായത് മീസൽ വൈറസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റോപത്തിക് എഫക്റ്റ് ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ സിൻസീഷ്യം ഫോർമേഷൻ. എന്താണ് ഈ സൈറ്റോപത്തിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സെൽ ലൈൻസിൽ നമ്മൾ പറഞ്ഞല്ലോ വൈറൽ കൾട്ടിവേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒന്ന് ആനിമൽ ഇനോക്കുലേഷൻ, എഗ് ഇനോക്കുലേഷൻ, സെൽ കൾച്ചറാണ്. അപ്പോൾ സെൽ കൾച്ചറിൽ നമ്മൾ വൈറസസിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് സോ അവരുണ്ടാക്കുന്ന മോർഫോളജിക്കൽ ചേഞ്ചസസിനെയാണ് നമ്മളതിനെ ആ ഒരു കൾച്ചറിനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന മോർഫോളജിക്കൽ ചേഞ്ചസസിനെയാണ് നമ്മൾ സൈറ്റോപത്തിക് എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഓരോ വൈറസസ് ഉണ്ടാക്കുന്ന മോർഫോളജിക്കൽ ചേഞ്ചസും ഡിഫറെൻ്റ് ആയിരിക്കും. സോ അപ്പോൾ ഓരോ വൈറസസിൻ്റെയും ഈ സൈറ്റോപത്തിക് എഫക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എന്ത് എഫക്റ്റാണ് ഇപ്പോൾ സെൽ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് മോർഫോളജിക്കൽ ചേഞ്ചസ് ആണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാനുള്ളത് യെസ്, ഫസ്റ്റ് വൺ റാപ്പിഡ് ക്രിനേഷൻ ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദി എൻറ്റയർ സെൽ ഷീറ്റ്. നമ്മൾ ഈ സെൽസിൻ്റെ എൻറ്റയർ സെൽ ഷീറ്റിന് ക്രിനേഷനും അതുപോലെ ഡിസിൻറ്റഗ്രേഷൻ അല്ല ഡീജനറേഷൻസും ആണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് വൈറസസ് ആണ് അങ്ങനെ ആ ടൈപ്പ് ഓഫ് സൈറ്റോപതി എഫക്റ്റ് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ദാറ്റ് ഈസ് എൻട്രോ വൈറസ്. അപ്പോൾ എൻട്രോ വൈറസസിനെ നമ്മൾ സെൽ ലൈനിൽ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ടൈപ്പ് ഓഫ് മോർഫോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും? ക്രിനേഷനും ഡീജനറേഷൻ ഓഫ് സെൽസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് സിൻസീഷ്യം ഫോർമേഷൻ അല്ലെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ജെയിൻ സെൽ ഫോർമേഷൻസ് ഉണ്ടാക്കുന്നത്. 2 രീതിയിലും ചോദിക്കാം കേട്ടോ. സിൻസീഷ്യം ഫോർമേഷൻ അല്ലെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കുറേ ന്യൂക്ലിയസ് ചേർന്നിട്ടുള്ള ജെയിൻ സെൽ ഫോർമേഷൻ ഉണ്ടാക്കുന്നത് എവിടെയൊക്കെയാണ്? യെസ്, നോട്ട് ചെയ്ത് വെക്കണം. മീസൽ വൈറസസിലും അതുപോലെ RSV വൈറസസിലും അതുപോലെ HSV വൈറസസിലുമാണ്. RSV വൈറസിലും HSV വൈറസിലും മീസൽ വൈറസിലുമാണ് ഈ സിൻസീഷ്യം അല്ലെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ജെയിൻ സെൽ ഫോർമേഷൻ. നമ്മൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് മീസൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള എക്സാമ്പിളും കൂടി പഠിച്ചു വെക്കാം. പിന്നെ അടുത്തത് ഡിഫ്യൂസ്ഡ് റൗണ്ടനിങ് ആൻഡ് ബലൂണിങ് ഓഫ് സെൽസ്. മറ്റേതിൽ ക്രിനേഷൻ ആയിരുന്നു അല്ലേ എൻട്രോ വൈറസസിൻ്റെ കേസിൽ. ഇവിടെ എന്താണ് വരുന്നത്? കുറച്ച് സെൽസുകൾ റൗണ്ട് ചെയ്ത് ബലൂൺ വീർക്കാണ് ചെയ്യുന്നത്. അത് എവിടെയാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ HSVൻ്റെ കേസിലാണ്. പിന്നെ സൈറ്റോപ്ലാസ്മിക് വാക്യുലേഷൻസ് കാണുന്നത്
നമ്മൾ SV40 അതായത് സിമിയൻ വാക്യുലേറ്റിംഗ് വൈറസസ് ആയിട്ടുള്ള പേരിൽ തന്നെയുണ്ട് സിമിയൻ വാക്യുലേറ്റിംഗ് വൈറസ് എന്നാണ്. സോ അതിലാണ് വാക്യുലേഷൻ കാണുന്നത്. പിന്നെ നമുക്ക് ഗ്രാനുലാർ ക്ലംസ് കാണുന്നത്, ഇപ്പോൾ ജസ്റ്റ് ഗ്രാനുലാർ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഗ്രേപ്സിനെ പോലെയുള്ള ക്ലംസ് കാണും, ഗ്രാനുലാർ ആയിട്ടുള്ള ക്ലംസ് കാണുന്നത് അഡിനോ വൈറസസിൻ്റെ കേസിൽ. അപ്പോൾ ഓരോന്നിലുള്ള സൈറ്റോപ്പത്തിക് എഫക്റ്റ് നോക്കിക്കേ. അപ്പോൾ സൈറ്റോപ്പത്തിക് എഫക്റ്റ് നോക്കിയിട്ട് നമുക്ക് വൈറസസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അഡിനോൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഗ്രേപ്സ് പോലെയുള്ള ഗ്രാനുലാർ ക്ലംസ് കാണും. ഇപ്പോൾ സിമിയൻ വാക്യുലേറ്റിംഗ് വൈറസസിൻ്റെ കേസിലാണെങ്കിൽ വാക്യൂൾസ് കാണും. HSVൻ്റെ കേസിലാണെങ്കിൽ ബലൂണിങ് ആൻഡ് റൗണ്ടനിങ് ഓഫ് സെൽസ് കാണും. ഇപ്പോൾ മീസൽസിൻ്റെയും HSVൻ്റെയും RSVൻ്റെ കേസിലാണെങ്കിൽ സിൻസീഷ്യം ഫോർമേഷൻ കാണാം. എൻഡ്രോ വൈറസസിൻ്റെ കേസിലാണെങ്കിൽ ക്രിനേഷൻ അല്ലെങ്കിൽ ഡീജനറേഷൻ ഓഫ് സെൽസ് കാണാം. സോ ഇതാണ് അതിൻ്റെ സൈറ്റോപ്പത്തിക് എഫക്റ്റ്. സോ ഇവിടെ നമ്മൾ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ജസ്റ്റ് സിൻസീഷ്യ ആയിരുന്നു, പക്ഷേ അത് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഏരിയ നമ്മൾ കവർ ചെയ്തു. സോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്